ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടേം AI ആൻഡ് മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന ഒരു പദമാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും അതനുസരിച്ച് മെച്ചപ്പെടുവാനുമുള്ള ഒരു കഴിവ് മെഷീനുകൾക്ക് അല്ലെങ്കിൽ അൽഗോരിതത്തിന് കൊടുക്കുക, AI അൽഗോരിതത്തിന് കൊടുക്കുക എന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഡോഗിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ്ങിൽ അത് നന്നായിട്ട് നമ്മുടെ ട്രെയിനിങ് അത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ അതിന് റിവാർഡ് കൊടുക്കുന്നു. അല്ല, തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ പണിഷ്മെൻറ്റുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ AI അൽഗോരിതംസിന് ഒരു ഏജൻറ് ഉണ്ടെങ്കിൽ, ഈ ഡോഗ് എന്ന് പറയുന്നത് ഇവിടെ ഏജൻ്റാണ്, അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരിക്കും. ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് കറക്റ്റായ ഔട്ട്പുട്ട് തരുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് കൊടുക്കും? ഒരു റിവാർഡ് കൊടുക്കും. അതല്ല, നെഗറ്റീവായിട്ട് തെറ്റായ റിസൾട്ടാണ് നൽകുന്നതെങ്കിൽ സം നെഗറ്റീവ് പോയിൻറ്റ്സ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലായിരിക്കും ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു സറൗണ്ടിങ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് ആവശ്യമാണ്. ആ എൻവയോൺമെൻറ്റിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നു. ആ ആക്ഷന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുവാണെങ്കിൽ റിവാർഡ്, ഫീഡ്ബാക്ക് കിട്ടുന്നു. അവിടെ നമ്മൾ റിവാർഡ് കൊടുക്കുന്നു. ആ റിവാർഡുകൾ കൂടുതൽ റിവാർഡ് കിട്ടുമ്പോൾ ആ റിവാർഡുകളിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ആ അൽഗോരിതം തീരുമാനിക്കുന്നു ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ടാണ്, അതുകൊണ്ട് അത് ഔട്ട്പുട്ടിലേക്ക് വീണ്ടും എത്തുകയും അത് അതിനെ ഒരു പോളിസിയാക്കി മാറ്റുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടുള്ള പോളിസി? മെച്ചപ്പെട്ട റിവാർഡുകൾ നേടുവാൻ വേണ്ടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഒരു പോളിസി സെറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു പോളിസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറ്, അതുപോലെ റോബോട്ടിക് ആംസ്, പിന്നെ കമ്പ്യൂട്ടർ AI റിലേറ്റഡ് കമ്പ്യൂട്ടർ ഗെയിംസ്, ഇവിടെയെല്ലാം നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അത് എക്സ്പീരിയൻസ് കളക്ട് ചെയ്യുന്നു. ആ എക്സ്പീരിയൻസുകളിൽ നിന്ന് കറക്റ്റായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തുകയും ആ റിസൾട്ടിൽ നിന്ന് മെച്ചപ്പെട്ട ഔട്ട്പുട്ടിലേക്ക് എത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? ഒരു മനുഷ്യൻ്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ ചിന്തിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ കഴിവിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്നതുകൊണ്ട് AI അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ സിസ്റ്റംസ് കൂടുതലായും യൂസ് ചെയ്യുന്നത് ക്രിട്ടിക്കലായിട്ടുള്ള മെഷീനറികളിലായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാറ്, അതുപോലെ നമ്മുടെ വീഡിയോ ഗെയിംസ്, കാർ അസംബ്ലിംഗ് യൂണിറ്റിലെ റോബോട്ട്സ്. ഇവിടെയൊക്കെ ഇതിനുണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് വലിയ വരുമാന നഷ്ടത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡുകളിലെ ഫോൾസ് ഓർ ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സിസ്റ്റം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ചിന്തിക്കുവാനുള്ള ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ കഴിവ് കൂടി വരികയും അങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട AI സിസ്റ്റംസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെയും ഭാഗമായി നമ്മുടെ മൊബൈലുകളിലും ലാപ്ടോപ്പുകളിലും കാറുകളിലും IoT ഡിവൈസസുകളിലും ഒക്കെ വരികയും അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈസിയും ഫ്ലെക്സിബിളും ആക്കുകയും ചെയ്യും. ഇതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.